ദേശീയപാതയിലെ തകർച്ച വർദ്ധിക്കുന്നു. 378 സ്ഥലങ്ങളിലെ സുരക്ഷ ഓഡിറ്റിനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന 378 സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ ദേശീയപാത അതോറിറ്റി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയിലെ എല്ലാ റീച്ചുകളിലും സുരക്ഷാ ഓഡിറ്റ് നടത്തും. മണ്ണിന്റെ സാമ്പിളുകൾ പരിശോധിക്കാൻ 18 ജിയോ ടെക്നിക്കൽ ഏജൻസികളെ നിയമിച്ചു. മലപ്പുറം കൂരിയാടിന് പിന്നാലെയാണ് കൊല്ലത്തും നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നത്. ഇതിനകം നിർമ്മാണം പൂർത്തിയായതും പുരോഗമിക്കുന്നതും ഇനിയും ആരംഭിക്കുന്നതുമായ സ്ഥലങ്ങളിലും പരിശോധന നടത്തും. 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ ഏജൻസികൾ പ്രവൃത്തി ആരംഭിക്കും. ആദ്യ 100 സ്ഥലങ്ങളിൽ 1 മാസത്തിനുള്ളിൽ പരിശോധനകൾ പൂർത്തിയാക്കും. ബാക്കിയുള്ളവ 3 മാസത്തിനുള്ളിൽ പരിശോധനകൾ പൂർത്തിയാക്കും. ഫീൽഡ് ലാബ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണങ്ങളുടെ രൂപകൽപ്പനയും നിർമ്മാണവും വീണ്ടും പരിശോധിക്കും. ആവശ്യമുള്ളിടത്ത് മതിലുകൾ പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കും. പരിശോധനയിൽ കണ്ടെത്തിയ പിഴവുകൾ പരിഹരിക്കും. ദേശീയപാത 66ന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മണ്ണിന്റെ ഗുണനിലവാരത്തിൽ ആശങ്കയുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി കണ്ടെത്തിയിരുന്നു. പ്രശ്നപരിഹാരത്തിന് പ്രത്യേക പദ്ധതിയായെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. കൊല്ലം മൈനക്കാട് ദേശീയപാത ഇടിഞ്ഞ് റോഡ് തകരാറിലാവാൻ കാരണം ബൈൻഡിംഗ് കപ്പാസിറ്റിയുടെ പരാജയമെന്ന് കണ്ടെത്തിയിരുന്നു. മണ്ണ് നികത്തലിനെ പിന്തുണയ്ക്കാൻ കഴിയാത്തത്ര ദുർബലമായിരുന്നു ബെയറിംഗ്. സംഭവമുണ്ടായ ഉടനെ ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിച്ചു. കരാർ കമ്പനിയെ താത്കാലികമായി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും പിഴ ചുമത്തുകയും ചെയ്തു. പ്രൊജക്ട് മാനേജറെയും റെസിഡന്റ് എഞ്ചിനീയറെയും പ്രൊജക്ട് സൈറ്റിൽ നിന്ന് ഉടനടി നീക്കം ചെയ്തെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു.